ഷാർജയിൽ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ ഒക്ടോബർ 19 മുതൽ 23 വരെ നടക്കും. ഫെസ്റ്റിവൽ മാനേജർ ഷെയ്ഖ ജവാഹിർ ബിൻ അബ്ദുള്ള അൽ ഖാസിമി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 35 രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളാണ് പ്രദർശനത്തിനെത്തുക. ഷാർജയിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ രണ്ടാമത് പതിപ്പാണ് ഒക്ടോബറിൽ നടക്കുക. 35 രാജ്യങ്ങളിൽ നിന്നുള്ള 112 സിനിമകൾ പ്രദർശനത്തിനെത്തുമെന്ന് ഫെസ്റ്റിവൽ മാനേജർ ഷെയ്ഖ ജവാഹിർ ബിൻ അബ്ദുള്ള അൽ ഖാസിമി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 മുതൽ 7 വയസ്സുവരെയും 8 മുതൽ 13 വരെയും 14 വയസ്സിന് മുകളിലുള്ളവരുടെയും തുടങ്ങി 3 വിഭാഗങ്ങളിലുള്ള സിനിമകളാണ് പ്രദർശനത്തിനെത്തുക. കുട്ടികളിൽ സിനിമയെക്കുറിച്ചും അതിന്റെ പ്രസക്തിയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് ഷെയ്ഖ ജവാഹിർ പറഞ്ഞു. The important first is to showcase all different kinds of films to children, let them learn more about these films, and another also important objective that we have is to help the children grow and become future filmmakers. കഴിഞ്ഞ വർഷം 72 സിനിമകളായിരുന്നു പ്രദർശിപ്പിച്ചത്. ആദ്യ വർഷം മികച്ച പ്രതികരണമായിരുന്നു ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഇത്തവണ മുൻവർഷത്തേക്കാൾ സ്വീകാര്യത പ്രതീക്ഷിക്കുന്നതായും അധികൃതർ പറഞ്ഞു. ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ഭാര്യ ഷെയ്ഖ ജവാഹിർ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ കാർമ്മികത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ മേഖലയിലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി സംഘടിപ്പിക്കുന്ന ആദ്യത്തെ ഫെസ്റ്റിവൽ ആവുകയാണ്. മീഡിയ 1 ഷാർജ. വെല്ലുവിളികൾക്ക് മുന്നിൽ തളർന്നു പോകുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ ജന്മനാ ശരീരത്തിന്റെ പാതി മാത്രമേ ഉള്ളൂവെങ്കിലും ജീവിതത്തെ സധൈര്യം നേരിടുന്ന 2 സഹോദരങ്ങളെ പരിചയപ്പെടാം. UAE എക്സിബിഷൻ വേദികളിൽ കരുത്തു കാട്ടാനല്ല, മറിച്ച് കച്ചവടം നടത്തി മറ്റുള്ളവരെ അതിശയിപ്പിക്കാനാണ് ഇവർ എത്താറ്. ശരീരത്തിന്റെ പാതിയോടെ മാത്രം ഭൂമിയിലേക്ക് ജനിച്ചു വീണ 2 സഹോദരങ്ങൾ, സാബിറും നിഅ്മയും. UAE നിവാസികളിൽ പലർക്കും ഇവരെ കണ്ടുപരിചയമുണ്ടാകും. 4 ആൾ കൂടുന്ന പ്രദർശന നഗരികളിലെല്ലാം കൗതുക വസ്തുക്കളുമായി ഇവരെത്തും. പരിമിതികളെ അവസരമാക്കി കച്ചവടത്തിൽ സജീവമാകുന്ന ഇവരുടെ സാന്നിധ്യം തന്നെ കാഴ്ചക്കാർക്ക് കൗതുകമാണ്. വിധിയെ പഴിക്കാതെ അന്തസ്സായി ജീവിക്കണമെന്ന തീരുമാനമാണ് ഇവരെ പ്രദർശന നഗരിയിലെ വ്യാപാരികളാക്കിയത്. ജോർദാനിലെ അമ്മാനാണ് സ്വദേശം. 20 വർഷമായി അബുദാബിയിലെ അൽ എനിലാണ് ജീവിതം. ജനിച്ച അന്നു മുതൽ വെല്ലുവിളികളാണ് ഇവർക്ക് കൂട്ട്. അവയെ പുഞ്ചിരിയോടെ നേരിടാൻ പഠിച്ചിരിക്കുന്നു ഈ സഹോദരങ്ങൾ, ആരോടും ഒരു പരാതിയുമില്ലാതെ. كل الناس يجي يشتري من عندي وكل الناس في طيبين الحمد لله رب العالمين ما في مشكلة. വിൽപ്പനക്കെത്തിക്കുന്ന വസ്തുക്കളിൽ സ്വയം നിർമ്മിക്കുന്ന കല്ലുമാലകളും കാണാം. 21കാരനായ സാബിറിന് ഭാര്യയും മകളുമുണ്ട്. അവിവാഹിതയാണ് നിയമ. കച്ചവട രംഗത്ത് ചെറിയ കൈത്താങ്ങായി സഹോദരൻ മുഹമ്മദും കൂടെയുണ്ടാകും. ശരീരത്തിന്റെ പാതിയില്ലെങ്കിലും ജീവിതം സുന്ദരമാക്കുന്ന ഇവരെ പോലുള്ളവർ നമുക്ക് മാതൃകയാണ്. ദുബായിൽ നിന്നും ഹാരിസ് അരിക്കുളം, മീഡിയ 1. ഖത്തറിൽ റോഡപകടങ്ങൾ കൂടുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ മാസം മാത്രം രാജ്യത്ത് വാഹനാപകടങ്ങളിൽ 19 പേർ മരിച്ചതായി സർക്കാർ പുറത്തുവിട്ട മാസാന്ത റിപ്പോർട്ടിൽ പറയുന്നു. 2014 ഓഗസ്റ്റ് മാസത്തിൽ ഖത്തറിൽ 43 വലിയ റോഡപകടങ്ങളും 536 ചെറിയ അപകടങ്ങളും ഉണ്ടായതായി സർക്കാർ പുറത്തുവിട്ട മാസാന്ത സ്ഥിതിവിവര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു മാസത്തിനകം 19 ജീവനുകൾ അപകടത്തിൽ പൊലിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. മദീന ഖലീഫ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് കൂടുതൽ റോഡപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അൽഷമാൽ ട്രാഫിക്കിന് കീഴിലാണ്. 7 പേരാണ് ഈ മേഖലയിൽ മാത്രം അപകടങ്ങളിൽ മരിച്ചത്. 1,40,000 ട്രാഫിക് നിയമലംഘനങ്ങൾ ഓഗസ്റ്റിൽ മാത്രം നടന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജൂലൈ മാസത്തെ അപേക്ഷിച്ച് 12.9% നിയമലംഘനങ്ങൾ കൂടിയിട്ടുണ്ട്. ഓഗസ്റ്റിൽ ഖത്തർ 7,783 പുതിയ ഡ്രൈവിംഗ് ലൈസൻസുകളാണ് നൽകിയത്. ഇതിൽ 438 മാത്രമാണ് സ്വദേശികൾക്ക് നൽകിയത്. ബാക്കി വിദേശികൾക്കാണ്. പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചതിലും 25% വർധനയുണ്ട്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഖത്തറിലെ സ്വകാര്യ ടാക്സി കമ്പനികളുടെ ഫ്രാഞ്ചൈസി ഫീസ് 33% വെട്ടിക്കുറച്ചു. ഒക്ടോബർ 1 മുതൽ പുതിയ ഫീസ് നിലവിൽ വരും. രാജ്യത്തെ പൊതുഗതാഗത കമ്പനിയായ മുവസ്സലാത്തിന് കീഴിലുള്ള സ്വകാര്യ ടാക്സി കമ്പനികളിൽ നിന്ന് ഈടാക്കിയിരുന്ന ഫീസ് വെട്ടിക്കുറച്ച് ഖത്തർ ഗതാഗത മന്ത്രി ജാസിം ബിൻ സൈഫ് അഹമ്മദ് അൽ സുലൈത്തിയാണ് ഉത്തരവിറക്കിയത്. പുതുതായി സ്വകാര്യ ടാക്സി കമ്പനികൾ ഖത്തറിൽ സർവീസ് ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം ഈ തീരുമാനം കൈക്കൊണ്ടത്. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് UAE സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും 1500ഓളം സാധനങ്ങളുടെ വില കുറയ്ക്കാൻ തീരുമാനം. UAE സാമ്പത്തികകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണിത്. ഭക്ഷ്യവസ്തുക്കൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവയുടെ വില 15 മുതൽ 40% വരെ കുറയും. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 10 വരെയാണ് വിലക്കുറവുണ്ടാവുക.
സാധനവില സംബന്ധിച്ച് ഉപഭോക്താക്കളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇലക്ട്രോണിക് വിലവിവര പട്ടിക സ്ഥാപിക്കുകയും ചെയ്യും. വായനയുടെ വസന്തകാലം തിരികെ എത്തിക്കാൻ ഖത്തറിൽ ദമ്പതികളുടെ നേതൃത്വത്തിൽ ബുക്ക് ക്ലബ്ബ്. ദോഹയിൽ ആദ്യത്തേതല്ലെങ്കിലും വിദേശികൾക്ക് കൂടി പങ്കാളിത്തം നൽകുന്ന ആദ്യ സംരംഭമാണ് ഖത്തർ ബുക്ക് ക്ലബ്ബ്. ഖത്തറിലെ എല്ലാവർക്കുമായി ഒരു പുസ്തക കൂട്ടായ്മ. അതാണ് ഇമാൻ അൽ ദുബാലിയുടെയും ഭർത്താവിന്റെയും ബുക്ക് ക്ലബ്ബ്. മാറ്റത്തിനായുള്ള ശ്രമങ്ങൾ വായനയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന ആഗ്രഹമാണ് ഇവരെ ഈ സംരംഭത്തിലെത്തിച്ചത്. ബാഗ് നിറയെ പുസ്തകങ്ങളുമായി സൈന്യത്തിൽ ജോലിക്ക് പോയിരുന്ന ഭർത്താവിൽ നിന്നാണ് ക്ലബിന്റെ ആശയം രൂപപ്പെടുന്നതെന്ന് ഇമാൻ പറയുന്നു. الفكرة مال البوك كلاب اجتنا ورا ما زوجي خلص الخدمة الوطنية. اكتشفنا انه بالمجتمع القطري اكو نقص بالقراءة. ദോഹയിലെ ആദ്യത്തെ ബുക്ക് ക്ലബ്ബ് ഒന്നുമല്ല ഇത്. പക്ഷെ വിദേശികളുടെയും പങ്കാളിത്തമുള്ള ഇത്തരമൊരു സംരംഭം ദോഹയിൽ വേറെയില്ല. ഖത്തർ നിവാസികൾക്ക് വിവിധ രാജ്യങ്ങളിലുള്ളവരുമായി ആശയവിനിമയം സാധ്യമാക്കുകയെന്നതും ബുക്ക് ക്ലബിന്റെ ഉദ്ദേശങ്ങളിലൊന്നാണ്. പുസ്തക ചർച്ചകളിൽ മാത്രം ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഒതുക്കാൻ ഇവർക്ക് താല്പര്യമില്ല. പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമകളുടെ പ്രദർശനവും രചനാ മത്സരങ്ങളും നടത്താൻ ക്ലബിന് പരിപാടിയുണ്ട്. അംഗത്വ ഫീസിലൂടെയും സംഭാവനയിലൂടെയുമാണ് ഇവർ ക്ലബ്ബ് നടത്താനുള്ള തുക കണ്ടെത്തുന്നത്. ഈ വായനയുടെ പുതിയ കാലത്ത് പഴയ വായനാനുഭവങ്ങൾ മറക്കാതിരിക്കാൻ സംരംഭം സഹായിക്കുമെന്ന് ക്ലബ് അംഗങ്ങൾ പറയുന്നു. ആശയവിനിമയത്തിന്റെ പുതിയ സാധ്യതകളാണ് ക്ലബ് തുറക്കുന്നതെന്നും അംഗങ്ങൾ പറയുന്നു. പുസ്തക കൈമാറ്റത്തിനായി രാജ്യം മുഴുവൻ പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങാനും ക്ലബിന് പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. 1990കളിലെ ബോസ്നിയൻ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ റഡോവൻ കരാജിച്ചിന്റെ യുദ്ധക്കുറ്റ വിചാരണയിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. കരാജിച്ചാണ് വംശഹത്യയുടെ മുഖ്യ സൂത്രധാരനെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ കരാജിച്ചിന് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണമെന്നും ഐക്യരാഷ്ട്രസഭ അഭിഭാഷകർ വാദിച്ചു. ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ 5 വർഷമായി തുടർന്നുവരുന്ന വിചാരണയാണ് ഇന്ന് അവസാനിച്ചത്. 1 വർഷത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജപ്പാനിൽ 2 ദിവസം മുമ്പുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പർവ്വതാരോഹകരും വിനോദസഞ്ചാരികളും പകർത്തിയ ദൃശ്യങ്ങളാണ് ജപ്പാൻ ആസ്ഥാനമായുള്ള വീഡിയോ വിതരണക്കാരായ അഫ്ലോ പുറത്തുവിട്ടത്. ശനിയാഴ്ചയാണ് ജപ്പാനിലെ ഓൺടേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. 3067 മീറ്റർ ഉയരമുള്ളതാണ് ജപ്പാനിലെ ഓൺടേക്ക് അഗ്നിപർവ്വതം. ശനിയാഴ്ച രാവിലെ 11:53ഓടെയാണ് അഗ്നിപർവ്വതത്തിൽ സ്ഫോടനമുണ്ടായത്. 1991 ശേഷം ജപ്പാനിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനമാണിത്. 4 പേർ സ്ഫോടനത്തിൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് അഭ്യൂഹമുണ്ട്. 60 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് പുറത്തുവന്ന വിഷവാതകം രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു. പ്രതീക്ഷിക്കാതെയുണ്ടായ പൊട്ടിത്തെറിയിൽ നിരവധി കുട്ടികളും പർവ്വതാരോഹകരും വിനോദസഞ്ചാരികളും അകപ്പെട്ടുപോയിരുന്നു. അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമെന്ന അപായ സൂചനകളും മുന്നറിയിപ്പുകളും ഒന്നും വിനോദസഞ്ചാരികൾക്ക് ലഭിച്ചിരുന്നില്ല. അഗ്നിപർവ്വത നിരീക്ഷണ സംവിധാനം പുനഃപരിശോധിക്കുമെന്ന് സർക്കാർ വക്താവ് അറിയിച്ചു. അതേസമയം അഗ്നിപർവ്വതത്തിൽ അകപ്പെട്ടിരുന്ന വിനോദസഞ്ചാരികളും പർവ്വതാരോഹകരും സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. മദ്യാസക്തി, കുറ്റവാസന, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് യോഗ പരിശീലനത്തിലൂടെ പരിഹാരം കാണാനാകുമെന്ന് പ്രമുഖ യോഗ തെറാപ്പിസ്റ്റ് മധുമതി നന്ദകിഷോർ അഭിപ്രായപ്പെട്ടു. മസ്കത്തിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ വിവിധ ജയിലുകളിൽ തടവുകാർക്ക് യോഗ പരിശീലനം നൽകിയിട്ടുണ്ട് മധുമതി നന്ദകിഷോർ. തടവ് അനുഭവിക്കുന്ന കുറ്റവാളികൾക്കിടയിലും ക്രിയാത്മക ചിന്ത വളർത്താൻ ഇത്തരം പരിശീലനങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഏതുതരം ആസക്തികൾക്കും ആത്മഹത്യാ പ്രവണതയ്ക്കും തടയിടാൻ ഒരളവ് വരെ യോഗയിലൂടെ ശക്തമാകുന്ന മനസ്സും ശരീരവും സഹായിക്കുമെന്ന് ഇവർ പറയുന്നു. അത് പല രോഗികൾ പലതരത്തിലുള്ള ആൾക്കാർ 40 കൊല്ലം കിടന്നവരുണ്ട്, 20 കൊല്ലം കിടന്നവരുണ്ട്, 15 കൊല്ലം നിരപരാധിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് അവർ പറയും, ടീച്ചറെ ഞാൻ നിരപരാധിയാണ് ടീച്ചറെ, 15 കൊല്ലമായി തീവ്രവാദത്തിൽപ്പെട്ട് കിടക്കുന്ന. ഇറ്റ്സ് എ പെയിൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരിടയിലെല്ലാം കൂടി പോകുമ്പോൾ ഇതിൻ്റെ അകത്തുകൊണ്ട് അഡിക്റ്റ് ഉള്ള ആൾക്കാർ ഒത്തിരി പേര് സ്മോക്ക് ചെയ്ത ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾ കൂടി നിർത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ദേഷ്യത്തിന് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കും. ദേഷ്യത്തിന് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബ്രീത്ത് വരെ. മസ്കത്തിലെ ഹാർമണി കലാപരിശീലന കേന്ദ്രത്തിൽ അടുത്ത മാസം 18 മുതൽ നവംബർ 11 വരെ യോഗ തെറാപ്പിക്ക് സൗകര്യമൊരുക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായി സംശയ നിവാരണത്തിന് ഈ മാസം 14-ന് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യോഗാസന പ്രാണായാമ ക്രിയകൾ പരിശീലിപ്പിക്കും. ഹാർമണി ഡയറക്ടർ CA വിൽസൺ, മാർക്കറ്റിംഗ് മാനേജർ കാദംബിനി ജാല എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ വൺ, മസ്കത്ത്.
അടുത്ത വർഷം ദോഹയിൽ നടക്കുന്ന 24ാമത് അന്താരാഷ്ട്ര പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക എയർലൈനായി ഖത്തർ എയർവേസിനെ തെരഞ്ഞെടുത്തു. ഇത് സംബന്ധമായ കരാറിൽ ഖത്തർ എയർവേസും അന്താരാഷ്ട്ര ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘാടകരും ഒപ്പുവച്ചു. 2015 ജനുവരി 15 മുതൽ ഫെബ്രുവരി 1 വരെയാണ് ദോഹയിൽ അന്താരാഷ്ട്ര പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുക. ചന്ദ്രിക ദിനപത്രത്തിന്റെ ഗൾഫ് എഡിഷനായ മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ 10ാം വാർഷികാഘോഷം ഡിസംബർ 5-ന് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹരിത ചന്ദ്രിക എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ എം. എ. യൂസഫ് അലി, യേശുദാസ്, മോഹൻലാൽ തുടങ്ങിയവരെ ആദരിക്കും. പരിപാടിയുടെ ഭാഗമായി സംവിധായകൻ VM ബിനുവിന്റെ നേതൃത്വത്തിൽ സ്റ്റേജ് ഷോയും അരങ്ങേറും. അബുദാബി മുസഫയിലെ നാഷണൽ പെട്രോളിയം കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സാംസ്കാരിക സംഘടനയായ കൈരളി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വിവിധ ദേശക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മഹാബലി എഴുന്നള്ളിപ്പ്, പുലികളി, വള്ളംകളി തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1000-ഓളം പേർ പങ്കെടുത്തു. കൈരളി കൾച്ചറൽ ഫോറം രക്ഷാധികാരി വർക്കല ദേവകുമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 34 വർഷത്തെ സേവനത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന കൈരളിയുടെ സ്ഥാപകാംഗവും മുൻ പ്രസിഡന്റുമായ ടെറൻസ് ഗോമസിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് NPCC തൊഴിലാളികളും കുടുംബാംഗങ്ങളും അണിനിരന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി. UAE-യുടെ സഹായത്തോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടിച്ചു. UAE നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5000-ത്തിലധികം കിലോ വരുന്ന ഹഷീഷ് പിടിച്ചത്. $5 കോടി വില വരുന്ന 5364 കിലോ ഹഷീഷുമായി പോവുകയായിരുന്ന ബോട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് പിടികൂടുകയും 14 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അന്താരാഷ്ട്ര സഖ്യസേനയ്ക്ക് വിലപ്പെട്ട വിവരം നൽകിയത് UAE ആണെന്ന് ദുബായ് പോലീസ് മേധാവി മേജർ ജനറൽ ഖമീസ് മത്താർ അൽ മസീന വ്യക്തമാക്കി. ഏഷ്യൻ രാജ്യത്ത് നിന്ന് പശ്ചിമാഫ്രിക്കയിലേക്ക് കടത്തുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. UAE മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗം നൽകിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സഖ്യസേന പുറംകടലിൽ വെച്ച് ബോട്ട് തടയുകയും മയക്കുമരുന്ന് പിടികൂടുകയുമായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന 14 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഈ വർഷം ലോകമെങ്ങും ഇതുവരെ നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത്. ഈ സഹായത്തിന് ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗം ഓഫീസിൽ നിന്ന് UAEക്ക് നന്ദി അറിയിച്ചുള്ള എഴുത്തു ലഭിച്ചതായും മത്താർ അൽ മസീന വ്യക്തമാക്കി. കള്ളക്കടത്തുകാർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മാറ്റിയതിനെ തുടർന്ന് സഖ്യസേന രൂപപ്പെടുത്തിയിരുന്നു. മീഡിയ 1 ദുബായ്. മസ്കത്ത് നഗരത്തിൽ നടപ്പാക്കുന്ന പുതിയ ഭൂഗർഭ മാലിന്യ നിക്ഷേപ സംവിധാനം സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. ഭൂഗർഭ സംവിധാനത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന പോസ്റ്ററുകൾ താമസയിടങ്ങളിൽ പതിച്ചു തുടങ്ങി. മസ്കത്ത് മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ മത്ര CBD മേഖലയിലാണ് ഈ മാസം മുതൽ ഭൂഗർഭ മാലിന്യപ്പെട്ടി സ്ഥാപിക്കുന്നത്. മാലിന്യം പുറത്തേക്ക് വമിക്കാതെ ഭൂമിക്കടിയിൽ ശേഖരിക്കുന്ന സംവിധാനമാണിത്. നഗരവാസികൾക്ക് ഇതിൽ മാലിന്യം നിക്ഷേപിക്കുന്ന രീതി സംബന്ധിച്ച് പരിശീലനം നൽകുന്നതിനാണ് താമസയിടങ്ങളിൽ ഇപ്പോൾ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. മാലിന്യങ്ങൾ ഗാർബേജ് ബാഗിലാക്കിയാണ് ഇതിൽ നിക്ഷേപിക്കേണ്ടത്. ഭൂമിക്കടിയിലെ കണ്ടെയ്നറുകളിൽ മാലിന്യം നിറയും. ഇവ പിന്നീട് മുനിസിപ്പാലിറ്റി വാഹനമെത്തി കൊണ്ടുപോകും. പരീക്ഷണാടിസ്ഥാനത്തിൽ നഗരത്തിലെ 30 കേന്ദ്രങ്ങളിൽ ഇത്തരം 108 ഭൂഗർഭ മാലിന്യപ്പെട്ടികളാണ് മുനിസിപ്പാലിറ്റി സ്ഥാപിക്കുന്നത്. ജനവാസം കൂടിയ മേഖലയിൽ 4 അടപ്പുകളുള്ള പെട്ടികളും മറ്റിടങ്ങളിൽ 2 അടപ്പുള്ളവയുമാണ് സ്ഥാപിക്കുക. മാലിന്യങ്ങൾ പുറത്തേക്ക് വീഴുന്നത് എലികളും പ്രാണികളും വർദ്ധിക്കാൻ ഇടയാക്കും. രോഗങ്ങൾ പടർന്നു പിടിക്കാനും ഇത് കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. മീഡിയ 1 മസ്കത്ത്. ഷാർജയിൽ ഏകതാ നവരാത്രി മണ്ഡപ സംഗീത ഉത്സവം സംഘടിപ്പിച്ചു. 39 സംഗീത വിദ്യാർത്ഥികൾ പരിപാടിയിൽ അരങ്ങേറ്റം കുറിച്ചു. വിനീത് വിജയൻ, ലക്ഷ്മി രാജേഷ്, അനീഷ് അടൂർ എന്നിവർ സംഗീതാരാധന നിർവഹിച്ചു. ബഹ്റൈനിലെ കൃഷ്ണ മേലാർക്കോട് ഹരിഹരൻ സ്വാതി തിരുനാൾ കീർത്തനം ആരംഭിച്ചു. ഷാർജ ഏകതയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ദമാമിലെ ഖത്തീഫിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. കണ്ണൂർ കീഴല്ലൂർ സ്വദേശി ബഷീറാണ് മരിച്ചത്. ഖത്തീഫിലെ ആരാംകോ പ്ലാന്റിന് മുന്നിലായിരുന്നു അപകടം. ഇദ്ദേഹം ഓടിച്ചിരുന്ന ട്രെയിലറിൽ എതിരെ നിന്ന് വന്ന ട്രെയിലർ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയിൽ ട്രെയിലറിന് തീപിടിക്കുകയായിരുന്നു. മൃതദേഹം ഖത്തീഫ് സെൻട്രൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 9 വർഷമായി സൗദിയിലെത്തിയ ബഷീറിന് ഭാര്യയും 3 മക്കളുമുണ്ട്. അബുദാബി മുസഫ ഷാബിയ 11-ൽ താമസമുറിക്ക് തീപിടിച്ച് മലപ്പുറം സ്വദേശി മരിച്ചു. എടവണ്ണ കല്ലിടുമ്പ് കിണറ്റിങ്ങൽ അബ്ദുൽ കരീമാണ് മരിച്ചത്. 8 വർഷമായി അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം.